നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി നൽകുന്ന ഇംഗ്ലീഷ് കോഴ്സിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ദർ ഈസ്, ദർ ആർ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സെയിം മീനിങ് ഉള്ള ഹാസ്, ഹാവ് എന്നീ രണ്ട് ഓക്സിലറി വെർബുകളെ കുറിച്ചുള്ള പഠനമാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹാസ് എന്നാൽ ഉണ്ട് എന്ന അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. അതുപോലെ ഹാവും ഉണ്ട് എന്ന സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ ഹാസ്, ഹാവ് ഇവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഒരാൾക്ക് ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു പൊസഷൻ, അതായത് ഇത് എൻ്റേതാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് അവൻക്കുണ്ട്, അവൾക്കുണ്ട് എന്നൊക്കെ പറയുന്നത്. അത് അയാളുടെ സ്വന്തമാണെന്ന് അറിയിക്കുന്ന രൂപത്തിലുള്ള പദമാണ്. അപ്പോൾ അതിനാണ് പൊതുവെ ഹാസും ഹാവും ഉപയോഗിക്കുന്നത്. ഇവിടെ ഹാസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് സിംഗുലറിനോടൊപ്പവും അതുപോലെ ഹാവ് എന്നുള്ള പദം പ്ലൂറലിനോടൊപ്പമാണ് ഉപയോഗിക്കുക. അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സിംഗുലറും അതുപോലെ പ്ലൂറലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദർ ഈസും ദർ ആറും പറയുമ്പോൾ നമ്മൾ സിംഗുലർ ഏതാണ്, അത് എന്തിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സിംഗുലർ, പ്ലൂറൽ ഈ രണ്ട് പദങ്ങൾ എപ്പോഴും മനസ്സിൽ വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസാണ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. അതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മാർഗം. നമ്മൾ പറഞ്ഞു ഹാസ് എന്നുള്ളത് സിംഗുലറിൻ്റെ കൂടാണ് ഉപയോഗിക്കുക. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, ഒറ്റയായിട്ടുള്ള വചനങ്ങളോടൊപ്പമാണ് ഹാസ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിവിടെ ഉദാഹരണം നോക്കാം. ഹീ ഹാസ് എ കാർ, അവൻക്കൊരു കാറുണ്ട്. ഹീ ഹാസ്, അവൻക്കുണ്ട് എന്നർത്ഥം. അപ്പോൾ അയാളുടെ സ്വന്തമാണ് ആ കാറ്, അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. അതുപോലെ ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഹൗസ്, അവൾക്കൊരു സുന്ദരമായ വീടുണ്ട്. കണ്ടില്ലേ, ഷീ, ഹീ എന്നുള്ളതൊക്കെ ഒറ്റ ആളാണ്. അതുപോലെ ദ കമ്പനി ഹാസ് സെവറൽ സബ്സിഡറീസ്, കമ്പനികൾക്ക് വ്യത്യസ്തമായ സബ്സിഡറികളുണ്ട്. കമ്പനിയുടെ കീഴിൽ തന്നെ മറ്റു പല ഘടകങ്ങളുണ്ട്, അതാണ് സബ്സിഡറീസ് എന്ന് പറയാം. അപ്പോൾ ദ കമ്പനി എന്ന് പറഞ്ഞാൽ ഒന്നാണ്, അതുകൊണ്ടാണ് അതവിടെ സിംഗുലർ ആയത്. അതുകൊണ്ടാണ് ഹാസ് എന്നത് ഉപയോഗിച്ചത്. ഇനി ജോൺ ഹാസ് എ ഡോഗ്, ജോണിനൊരു ഡോഗുണ്ട്. നമുക്കിവിടെ പുതിയ പുതിയ പദങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കാണാതെ പഠിക്കുക, അത് ഉപയോഗിക്കുക, അത് പ്രയോഗിക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ അതൊക്കെ വെറുതെ ഇംഗ്ലീഷ് എല്ലാവരും പറയുന്നത് പോലെ നമ്മളൊക്കെ ഇംഗ്ലീഷ് പറയാം. ഇവിടെ പറയുന്ന പദങ്ങളൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വേർഡ്സാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിലൊക്കെ ഉപയോഗിക്കുക, വെറുതെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിൽ പതിഞ്ഞ് അതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലായിക്കോളും. ദ മ്യൂസിയം ഹാസ് ആൻ ഇംപ്രസീവ് ആർട്ട് കളക്ഷൻ. ദ മ്യൂസിയത്തിന് ഉണ്ട് ആൻ ഇംപ്രസീവ്, ഒരു ഹൃദയഹാരിയായിട്ടുള്ള ആർട്ട് കളക്ഷൻ, ഒരു ആർട്ടിൻ്റെ കളക്ഷൻ ഉണ്ട് എന്നർത്ഥം. ഇംപ്രസീവ്, ഹൃദയഹാരിയായ എന്നർത്ഥം. മനസ്സിൽ തട്ടുന്ന, മനസ്സിൽ പതിയുന്ന എന്നൊക്കെ അർത്ഥം. ഇനി ദ ഫാമർ ഹാസ്, ഫാമർ എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നർത്ഥം. കർഷകനുണ്ട് എ ലാർജ് പീസ് ഓഫ്, ഒരു വലിയ കഷ്ണം ലാൻഡ്, ഭൂമിയുണ്ട്. അതുപോലെ ദ ലൈബ്രറി ഹാസ് മെനി ബുക്സ്, ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എന്നാൽ ലൈബ്രറിക്കുണ്ട് എന്നർത്ഥം. ലൈബ്രറിയിൽ ഉണ്ട് എന്ന് നമ്മൾ പറയെങ്കിലും ശരിയായിട്ടുള്ള അർത്ഥം ലൈബ്രറിക്കുണ്ട് എന്നാണ്. അവർ ടീം ഹാസ്, നമ്മുടെ ടീമിനുണ്ട് ടാലൻറ്റഡ്, നല്ല കഴിവുള്ള പ്ലെയേഴ്സ്, കളിക്കാരുണ്ട്. അതുപോലെ ദ സിറ്റി ഹാസ് സെവറൽ പാർക്സ്, സിറ്റിക്ക് നല്ല വ്യത്യസ്തമായ, സെവറൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ എന്നർത്ഥം, നല്ല കേട്ടോ, അതിൻ്റെ ഇടയിൽ വന്നു പോയതാണ്. ദ സിറ്റി ഹാസ്, സിറ്റിക്കുണ്ട് സെവറൽ പാർക്സ്, വ്യത്യസ്തമായ പാർക്കുകളുണ്ട്. ദ കപ്പിൾ ഹാസ് 3 ചിൽഡ്രൻ, കപ്പിൾ എന്ന് പറഞ്ഞാൽ 2 പേര് എന്നാണ് അർത്ഥം. പക്ഷേ കപ്പിൾ എന്നുള്ളത് സിംഗിൾ സെൻറ്റൻസാണ്, സിംഗിൾ വേർഡാണ്. കപ്പിൾ എന്നുള്ളത് രണ്ടെണ്ണം ഉണ്ട് എന്നുള്ള അർത്ഥമാണെങ്കിലും അത് ഒറ്റ വേർഡാണ്. അതുകൊണ്ട് കപ്പിൾ എന്നുള്ളത് പ്ലൂറൽ അല്ല കേട്ടോ. കപ്പിൾ ഹാസ്, കപ്പിളിനുണ്ട് 3 ചിൽഡ്രൻ, 3 കുട്ടികളുണ്ട്. ദ ഫാമിലി ഹാസ്, ഫാമിലിക്കുണ്ട് എ സ്ട്രോങ് ബോണ്ട്, ഒരു ശക്തമായ ബന്ധമുണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ബന്ധം എന്നൊക്കെ അർത്ഥം, ഉടമ്പടി എന്നൊക്കെ അർത്ഥമുണ്ട്, വേറെ കരാറ് എന്നൊക്കെ അർത്ഥമുണ്ട്. ദ ടീം ഹാസ്, അത് കണ്ടില്ലേ, ടീം എന്നുള്ള പദം എന്താണ്? ടീം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ, പക്ഷേ ടീം എന്നുള്ള പദം സിംഗുലറാണ്. ടീം ഹാസ്, ടീമിനുണ്ട് എ സപ്പോർട്ടീവ്, ഒരു പിന്തുണ നൽകുന്ന കോച്ചുണ്ട്. ഇനി ദ നോവൽ ഹാസ് ആൻ ഇൻട്രീഗിങ് പ്ലോട്ട്, ദ നോവലിന് ഹാസ് ഉണ്ട് ആൻ ഇൻട്രീഗിങ്, സങ്കീർണമായ പ്ലോട്ട്, ഒരു ഇതിവൃത്തമുണ്ട്. ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന കാര്യത്തിനാണ് ഇതിവൃത്തം എന്ന് പറയുക. ഇൻട്രീഗിങ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായ, വളരെ ദുർഘടമായ എന്നർത്ഥം. ദ മൂവി ഹാസ്, മൂവിക്കുണ്ട് ആൻ അമേസിങ്, ഒരു അമേസിങ് ആയിട്ടുള്ള സൗണ്ട് ട്രാക്കുണ്ട്. അതുപോലെ
ദ റെസിപ്പി ഹാസ്, റെസിപ്പിക്കുണ്ട് എ യുണീക്ക്, ഒരു അസാധാരണമായിട്ടുള്ള ഫ്ലേവർ, രുചിയുണ്ട്. റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹാസ് കൊണ്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇനി ഹാവ് കൊണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. ഹാവ് എന്ന് പറഞ്ഞാൽ പ്ലൂറലിനാണ് ഉപയോഗിക്കുക അല്ലേ. ഐ, യു, ദേ, വി ഇതൊക്കെ പ്ലൂറലാണ്. ഐ എന്നുള്ളത് അർത്ഥം കൊണ്ട് വന്നാണെങ്കിലും ഉപയോഗം കൊണ്ട് അത് പ്ലൂറലിൻ്റെ സ്ഥാനത്താണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഐ ഹാവ് എ ബുക്ക്, എനിക്കൊരു പുസ്തകമുണ്ട്. ഓൺ മൈ ഷെൽഫ്, എൻ്റെ ഷെൽഫിന്മേൽ. അതുപോലെ ദേ ഹാവ് എ ഡോഗ്. ഈ ഹാവ് എന്നുള്ളത് ശരിക്കും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഹാഫ് എന്നുള്ള ഒരു ഉച്ചാരണത്തിലാണ്. ഹാഫ്. നമുക്ക് ഉച്ചാരണം ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതില്ല, കാരണം അതെല്ലാം കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയില്ല. അത് നമുക്ക് ഈ കോഴ്സിൻ്റെ അവസാനത്തിൽ നമുക്ക് ഫൊണറ്റിക്സ്, ഫൊണോളജി ഒക്കെ പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ ശരിക്കുള്ള യഥാർത്ഥ ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണ രീതി ശാസ്ത്രമൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ദേ ഹാവ് എ ഡോഗ്, അവർക്കൊരു നായയുണ്ട്. ഇൻ ദെയർ ബാക്ക് യാർഡ്, അവരുടെ ബാക്ക് യാർഡിൽ. അതുപോലെ വി ഹാവ് എ മീറ്റിംഗ്, നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് അറ്റ് 3 PM 3 മണിക്ക്. ഇനി ദേ ഹാവ് എ ബിഗ് ഹൗസ്, അവർക്കൊരു വലിയ വീടുണ്ട്. ബിഗ് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥം. ഹൗസ്, വീടുണ്ട്. ഇൻ ദി സബേബ്സ്, സബേബ്സ് എന്ന് പറഞ്ഞാൽ പ്രാന്തപ്രദേശത്ത് അല്ലെങ്കിൽ നഗരപ്രദേശത്ത് എന്നൊക്കെ അർത്ഥം. ഇനി ദേ ഹാവ് എ ന്യൂ ജോബ്, അവർക്കൊരു പുതിയ ജോലിയുണ്ട്. ഇൻ ദ സിറ്റി, സിറ്റിയിൽ. ഐ ഹാവ്, എനിക്കുണ്ട്. എ ഹെഡ് ഏക്ക്, ഒരു തലവേദനയുണ്ട്. ടുഡേ, ഇന്ന്. വി ഹാവ് എ സോക്കർ ഗെയിം ടുമോറോ, നമുക്ക് നാളെ ഒരു സോക്കർ ഗെയിമുണ്ട്. സോക്കർ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ എന്നാണ് അർത്ഥം. ഫുട്ബോൾ കളി. ഇനി മൈ സൺസ്, എൻ്റെ 2 ആൺമക്കൾക്ക് ഹാവ് ഉണ്ട്. എ പാഷൻ, ഒരു പാഷനുണ്ട്. ഫോർ ഫോട്ടോഗ്രഫിയോടൊരു പാഷനുണ്ട്. ദേ ഹാവ് എ ഗാർഡൻ, അവർക്കൊരു ഗാർഡൻ ഉണ്ട്. ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ഉള്ള. അതുപോലെ ഐ ഹാവ് എ ക്രേവിങ്, എനിക്കൊരു ക്രേവിങ് ഉണ്ട്. ക്രേവിങ് എന്ന് പറഞ്ഞാൽ ആർത്തി, ഒരു കൊതി എന്നൊക്കെ അർത്ഥം. ഫോർ ചോക്ലേറ്റിനോട്. അതുപോലെ വി ഹാവ് എ പ്രോജക്റ്റ് ഡെഡ്ലൈൻ, നമുക്കൊരു പ്രോജക്റ്റ് ഡെഡ്ലൈൻ ഉണ്ട്. നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. ഈ ഡെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് തീർക്കേണ്ട ലാസ്റ്റ് ഡേറ്റിനാണ് ഡെഡ്ലൈൻ എന്ന് പറയാം. അപ്പോൾ മാർച്ച് 11-ാം തീയതിയാണ് ഒരു മത്സരം നടക്കുന്നുണ്ട്. അതിൽ മാർച്ച് 11-ാം തീയതിയാണ് അതിൻ്റെ ഉത്തരം എഴുതി അയക്കേണ്ട ലാസ്റ്റ് ദിവസം. അപ്പോൾ അതിന് ഡെഡ്ലൈൻ എന്നാണ് പറയുക. അതാണ് ഡെഡ്ലൈൻ. അപ്പോൾ പ്രോജക്റ്റ് ഡെഡ്ലൈൻ ഉണ്ട് നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. ബോയ്സ് ഹാവ്, ബോയ്സിനുണ്ട്. കളക്ഷൻ, ഒരു കളക്ഷൻ ഉണ്ട്. ഓഫ് വിൻറ്റേജ് കോയിൻസിൻ്റെ. അതുപോലെ ടീച്ചേഴ്സ് ഹാവ്, ടീച്ചർമാർക്കുണ്ട്. എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, ഒരു നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു തമാശ പറയാനുള്ള ബോധം, അതിനാണ് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയാം. അതുപോലെ ഐ ഹാവ് എ റിസർവേഷൻ ഫോർ 2, എനിക്ക് 2 പേർക്കുള്ള റിസർവേഷൻ ഉണ്ട്. ഐ ഹാവ്, എനിക്കുണ്ട്. റിസർവേഷൻ, ഒരു റിസർവേഷൻ ഉണ്ട്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുക്ക് ചെയ്ത് വെക്കണതിനാണ് പറയാം. ഫോർ 2, 2 പേർക്ക്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ, ഇതിൽ പ്ലൂരലിൻ്റെ അതുപോലെ സിംഗുലറിൻ്റെ ഒക്കെ ഉദാഹരണങ്ങളുണ്ട്. ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഓളം ഡിക്ഷണറി സൈറ്റിൽ കയറിയിട്ട് ഇതിൻ്റെ അർത്ഥം കിട്ടാത്തതുണ്ടെങ്കിൽ നോക്കി, കിട്ടാത്ത പദങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഒന്ന് വളരെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. ഇതുവരെ നടന്ന ക്ലാസ്സുകളൊക്കെ റിവ്യൂ ചെയ്യുക. ഇനി വലിയ ക്ലാസ്സുകളാണ് അടുത്ത ക്ലാസ് മുതൽ വരാനുള്ളത്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓരോ ദിവസം വരുന്ന ക്ലാസ്സുകൾ നന്നായി കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, സംശയങ്ങളൊക്കെ ചോദിക്കുക. എല്ലാത്തിനും ഞാൻ കൃത്യമായിട്ട് മറുപടി പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം.